ഹിന്ദി സിനിമയിൽ കഴിഞ്ഞ ഇപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു വൻ റവല്യൂഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് താരങ്ങളെക്കാളും കൂടുതൽ കണ്ടന്റ് വില കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഓഡിയൻസ്. അപ്പോൾ വലിയ വലിയ താരങ്ങൾ ഇത്ര നല്ല സബ്ജക്റ്റായിട്ട് വന്നാൽ മാത്രമേ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റൊമാൻറ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു ഇന്ത്യ സിനിമയിൽ. ഇനിയിപ്പോൾ റൊമാൻറ്റിക് സിനിമകൾ അവിടെ ഓടില്ല. ഒരു കാലത്ത് റൊമാൻറ്റിക് സിനിമകൾ മാത്രം വെച്ചിട്ട് റൺ ചെയ്തിരുന്ന ഇൻഡസ്ട്രിയിൽ ഇനി റൊമാൻറ്റിക് സിനിമകൾക്ക് ഒരു സ്പേസ് ഇല്ല. പകരം മാസ് മസാല എൻ്റർടൈനേഴ്സിനാണ് കൂടുതൽ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു സമയത്താണ് 2 ന്യൂ കമ്മേഴ്സിനെ വെച്ചിട്ട് സയ്യാര എന്ന് പറഞ്ഞൊരു പടം റിലീസാവുന്നത്. റിലീസായ ആദ്യ ദിനം തൊട്ട് വൻ പോസിറ്റീവ് അഭിപ്രായങ്ങളും നിലവിലെ 500 കോടി രൂപ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ കടന്ന് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ട നമ്മുടെ കുറേ പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ അടുത്തുള്ളവരെ കണ്ടപ്പോൾ ചില റിവ്യൂസിലൊക്കെ പറയുന്നത് സ്ഥിരം ഹിന്ദിയിലൊരു കൽബ് എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ വൻ ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ആരാധകരുള്ള മൊമെന്റ് റിമെമ്പർ എന്ന് പറയുന്ന കൊറിയൻ സിനിമയുടെ അഡാപ്റ്റേഷനാണ്. അപ്പോൾ ആ സിനിമ അത്രയും കിട്ടുന്ന സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത്തരത്തിലുള്ള റൊമാൻറ്റിക് സിനിമകളും ഇനി അവിടെ വർക്ക് ചെയ്യും എന്ന് കാണിച്ചൊരു സിനിമയുണ്ട് സയ്യാര എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മുടെ മലയാളത്തിലും അത്തരത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് റൊമാൻറ്റിക് സിനിമകളുണ്ട്. അപ്പോൾ പലരും ഒരുപാട് പേര് കണ്ടതായിരിക്കും. എന്തായാലും ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങനെ റൊമാൻറ്റിക് സിനിമകളും അങ്ങനെ വരണില്ല മലയാളത്തിൽ. ഇപ്പോൾ കൽബൊക്കെയാണ് വന്നിട്ടുള്ള ഒരെണ്ണം. അപ്പോൾ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഏതെങ്കിലും റൊമാൻറ്റിക് സിനിമകൾ ഏതൊക്കെയായിരിക്കും ഒരു 3 ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ? എനിക്ക് അങ്ങനെ റൊമാൻറ്റിക് മൂവി എന്ന് ഒരു ടാഗായിട്ട് അങ്ങനെ ഫീൽ ചെയ്തൊരു പടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് പ്യുവർ റൊമാൻറ്റിക് മൂവി എന്നുള്ളൊരു ഫീൽ തന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയിൽ. പത്മരാജൻ്റെ ഇതുണ്ടെങ്കിലും പക്ഷെ അതൊരു 2 പേര് തമ്മിലുള്ള എന്താ പറയുക, അത് അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. 2 പേര് തമ്മിലുള്ള ഒരു പ്രേമം. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നോട്ട് ബുക്ക് അങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ 2 പേര് മാത്രം, അല്ലെങ്കിൽ സൺഷൈൻ എന്ന് പറഞ്ഞൊരു പടം, ആഫ്റ്റർ സൺഷൈൻ, അങ്ങനത്തെ പടം 2 പേരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അങ്ങനെ ഒരു പടം മലയാളത്തിൽ വന്നെന്ന് എനിക്ക് ഡൗട്ടാണ്. എന്തായാലും എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ താങ്കളിൽ കുറേ ഉണ്ട്. എൻ്റെ കയ്യിലൊരു 4 പത്മരാജൻ സിനിമകൾ, ഞാൻ ഒരു 5 ഒരു ടോപ്പ് 5 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 4 പത്മരാജൻ സിനിമകൾ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ തൂവാനത്തുമ്പികൾ തീർച്ചയായിട്ടും ആ ലിസ്റ്റിലുണ്ടാകുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പേര് കണ്ടുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു സിനിമയാണ്. ഒരുപക്ഷെ പത്മരാജൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയും തൂവാനത്തുമ്പികൾ തന്നെയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച റൊമാൻറ്റിക് സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്ന പടം നമുക്ക് ഓർക്കാൻ മുൻതിരുത്തോപ്പോൾ തന്നെയാണ്. കാരണം കാലത്തെ അതിജീവിച്ച, അതായത് ഹിറ്റ്ലറും അഴകിയ രാവണനൊക്കെ മലയാളത്തിൽ ഇറങ്ങി എന്നതിനും 6-7 വർഷങ്ങൾക്ക് മുൻപ് അതിനും മുകളിലോട്ട് ചിന്തിച്ച് പത്മരാജൻ അന്ന് എടുത്തിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അന്ന് ആ ഒരു സോളമൻ്റെ ഒരു പ്രണയത്തിന് മുകളിലായിട്ട് ഒരു ക്യാരക്ടർ മലയാള സിനിമ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ ആരോടും പറഞ്ഞത്. 2 പേര് തമ്മിലുള്ള പ്രണയ സിനിമകളും മലയാളത്തിൽ കുറവായിരുന്നു. പക്ഷെ നമുക്കും മുന്തിരിതർക്ക ഒരു പരിധി വരെ അത് കറക്റ്റാണ്. 2 പേര് തമ്മിലുള്ള കൂടുതൽ സംഭവങ്ങൾ. പിന്നുള്ളത് തിലകൻ്റെ ഒരു വില്ലൻ വേഷം എന്ന് പറയാവുന്ന ഒരു നല്ലൊരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ പലരും ഇപ്പോൾ തൂവാനത്തുമ്പികളായിരിക്കും കൂടെ റേറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലാര, ജയകൃഷ്ണൻ, രാധ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ഞാൻ അതിനും ഒരുപാട് മുകളിൽ റേറ്റ് ചെയ്യുന്ന അവിടെ നമുക്ക് ആർക്കും മുന്തിരിത്തോപ്പോൾ തന്നെ ആയിരിക്കും. അപ്പോൾ കാണാത്തവരുണ്ടാവാൻ കുറവായിരിക്കും, എന്നാലും തീർച്ചയായിട്ടും കാണേണ്ട സിനിമ തന്നെയാണ് അത്. പിന്നീട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരു ഇത് തോന്നിയിട്ടുള്ളൊരു പടം എന്ന് പറയുന്നത് ഞാൻ ഗന്ധർവനാണ്. അതേ പത്മരാജൻ്റെ തന്നെ പടം. അത് ഗന്ധർവനും ഒരു സാധാരണ കുട്ടിയും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക്, അല്ലെങ്കിൽ അതൊരു റൊമാൻറ്റിസൈസ് ചെയ്ത് പുള്ളി വിഷ്വലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാൻറ്റസി കഥ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഗോഡ്ലെ ഒരു ഇമേജ്, അങ്ങനത്തെ ഒരാളെ നമ്മൾ കേട്ട കഥകള്. പക്ഷെ അത് തന്നെയാണ് അദ്ദേഹത്തിന് വില്ലനായി ഇന്ന് മലയാള സിനിമയുടെ ഒരു ശാപവാക്കായി മാറിയതും അതേ സിനിമ തന്നെയാണ്. പക്ഷെ അത് ആ ഒരു കൈൻഡ് ഓഫ് തോട്ട്. അപ്പോൾ ഗന്ധർവന്മാരെന്ന് ആ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, അവരധികം സ്ഥലത്ത് എവിടെ നിൽക്കില്ല. പക്ഷെ ഈ ഒരു കുട്ടിയുടെ പ്രണയത്തിലാവുകയാണ് അദ്ദേഹം, അവിടെ നിൽക്കാൻ നിർബന്ധിതനാവുക, പിന്നീട് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു സിനിമ, അത് എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പം ഞാൻ തൂവാനത്തുമ്പികളെ പേഴ്സണലി ഇതിൻ്റെ ഒക്കെ താഴെ വെക്കത്തുള്ളൂ. എനിക്ക് എപ്പോഴും നമുക്ക് ഓർക്കാൻ മുന്തിരിത്തോപ്പോഴും ഞാൻ ഗന്ധർവനും ഇന്നലെയും കഴിഞ്ഞിട്ട് എനിക്ക് തൂവാനത്തുമ്പികൾ വരുള്ളൂ. ഇന്നലെ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും അതും ഒരുപാട് കണ്ട സിനിമയായിരിക്കും. അതും ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി പോലത്തെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ അതിലെ നരേന്ദ്രൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ, അത് ഒരുപാട് പേർക്ക് ഇന്നും വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ആ ഒരു എന്താണ് വിട്ടുകൊടുക്കലിൻ്റെ ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. അവിടെ ഒന്നിക്കുന്നില്ല. അവിടെ നരേന്ദ്രനായാലും മായ എന്ന് പറയുന്ന ആ ക്യാരക്ടർ അവർ തമ്മിൽ ഒന്നിക്കുന്നില്ല. പക്ഷേ
അവിടെ ആ വിട്ടുകൊടുക്കലിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്, ആ ഒരു പെയിനും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള സിനിമകളും വളരെ കുറവാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പത്മരാജൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു 3 സിനിമകളേക്ക് മുകളിൽ നിൽക്കുന്ന റൊമാൻറ്റിക് മൂവീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന് താഴെയാണ് ഞാൻ തൂവാനത്തുമ്പികളെ വെക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 4 സിനിമകൾക്കും എന്തായാലും സ്ഥാനം ഉണ്ടാവും. അരുണ, അപ്പൊ നീ എന്തുകൊണ്ടാണ് ഈ പഴയ കാലത്ത് പ്രണയങ്ങൾ എല്ലാവരും ആഘോഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പുതിയ സിനിമകളെ ഭയങ്കര ക്രിഞ്ചായി കാണുന്നുണ്ടല്ലോ? എനിക്ക് തോന്നുന്നു പോസ്റ്റ് കോവിഡിന് ശേഷം ഒരു കംപ്ലീറ്റ് ലവ് സ്റ്റോറി വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ടാണ്. പോസ്റ്റ് കോവിഡിന് ശേഷവും ഇപ്പോൾ പ്രീ കോവിഡിലായാൽ പോലും ഭയങ്കര ക്വാളിറ്റിയുള്ള, അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ 90s 80s ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള പ്ലോട്ടുകൾക്കും ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു തന്നെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഒരു ലവ് സ്റ്റോറി, ഒരു നോർമൽ ലവ് സ്റ്റോറി, ഇപ്പോൾ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങി, അതും അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ തിയേറ്ററിക്കലി അങ്ങനെ വലിയ കാര്യമായിട്ട് വർക്കായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കോപ്പ് തിയേറ്ററിക്കലി ആ സിനിമയ്ക്ക് അങ്ങനെ റണ്ണാവേണ്ട ഒരു സ്കോപ്പ് നിലവിൽ കുറവാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ സയ്യാരൊക്കെ അവിടെ ഹിറ്റായ പോലെ അങ്ങനത്തെ ഒരു സിനിമകളൊക്കെ ഇവിടെ വന്നാൽ ചിലപ്പോൾ എന്താവും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 2015 പ്രേമം, മൊയ്തീൻ, അനാർക്കലി ഈ 3 പടങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവസാനത്തെ ലവ് സ്റ്റോറി എന്ന രീതിയിൽ നമുക്ക് മലയാളത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? അതിൽ തന്നെ ഒരുപാട് പേര് ഫേവറേറ്റ് അനാർക്കലി. മൊയ്തീനായിട്ട് മേലെ റേറ്റ് ചെയ്യണവരുണ്ട്. അതും ഇറങ്ങിയ സമയത്ത് ഏറ്റവും വലിയ വിജയം മൊയ്തീൻ തന്നെയായിരുന്നു. പക്ഷെ അനാർക്കലി മൊയ്തീനേക്കാളും മുകളിൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിലവിൽ കൂടുതൽ. അപ്പോൾ അത് എനിക്ക് ഫാക്ടർ തോന്നുന്നു, കണക്റ്റിംഗ് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് സിനിമയിൽ, അല്ലെങ്കിൽ ലവ് സ്റ്റോറിക്ക്. ഇപ്പോൾ കൽബ് കുറേ പേര് ജെൻസികൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആ ഒരു പ്രായത്തിന് ടാർഗറ്റ് ചെയ്യണ സിനിമയായി കൂടെ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതെ, അത് ഇപ്പോഴത്തെ ഒരു തലമുറ, അതായത് ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടി മേക്ക് ചെയ്തെടുത്തൊരു സിനിമയാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ കണക്ട് ആയിട്ടുള്ളൊരു സിനിമയാണത്. അപ്പം ഇപ്പൊ ഈ സയ്യാര എന്ന് പറയുന്ന സിനിമ പോലും അവിടുത്തെ യൂത്ത് ഓഡിയൻസിന് വളരെ നല്ല രീതിയിൽ കണക്ട് ആയ സിനിമയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ നമ്മൾ 80s 90s സിനിമകൾ പറയുമ്പോൾ അതിനങ്ങനെ ഒരു ഏജ് ബാരിയേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അത് എല്ലാ തരത്തിലെ ആളുകൾക്കും ഇന്നലെ കാണുന്ന ഏതൊരു പ്രേക്ഷകനും ആ സിനിമ കണക്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഏജിൽ നമ്മൾ തോന്നണത് കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ കണ്ട എത്ര ഈ പറയുന്ന ജെൻസി കുട്ടികളെന്ന് പറയണ, അല്ല അങ്ങനെയല്ല, പിള്ളേരുണ്ടായിരിക്കും 15 വയസ്സിന് താഴെയുള്ള, അല്ലെങ്കിൽ പത്മരാജന് തൂവാനത്തുമ്പികള്. എനിക്ക് തോന്നുന്നു അതൊക്കെ കണ്ടവർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമോ? അപൂർവങ്ങൾ തന്നെ ആയിരിക്കും. 2000-ന് ശേഷം ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് മൂവീസ് അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കണക്ട് ആവുന്ന റൊമാൻറ്റിക് മൂവീസ് കുറവാന്ന് തന്നെ പറയാം. എന്നാൽ പോലും ഈ ഒരു ക്യാമ്പസ് സ്റ്റോറി എന്ന രീതിയിൽ പറയപ്പെടുന്ന സിനിമയാണ് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമ. അതിലെ പോലും ഏറ്റവും കണക്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് റസിയും അതുപോലെ തന്നെ മുരളിയും തമ്മിലുള്ള ആ ഒരു പോർഷൻ. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി റൊമാൻറ്റിക് സിനിമകൾ എന്ന് പറയാനായിട്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെയുള്ള ചന്ദ്രോത്സവമൊക്കെ ആ കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. വേറൊരു നൊസ്റ്റാൾജിക് ലവ് ഫെയിലിയർ അങ്ങനത്തെ രീതിയിൽ പെടുത്തുന്നുണ്ട് ആൾക്കാർ. ഇതൊന്നും ലവിന്റെ ഒരുപാട് സ്റ്റാറ്റസിൽ ചന്ദ്രോത്സവം തന്നെ ആയിരിക്കും. അതിലെ അത്രയും മികച്ച പാട്ടുകളിലുണ്ടാണ്. പക്ഷെ അല്ല, ഡയലോഗുകളും പലതും എനിക്ക് എനിക്ക് ചന്ദ്രോത്സവം അല്ലേ എനിക്കൊരു ഓവർ റേറ്റഡ് പടമായിട്ട് തോന്നിയിരിക്കുന്ന പടം. അത് കുറെ പേർക്ക് അഭിപ്രായം വേറെ ആയിരിക്കാം. ഞാൻ കുറെ പേർക്കല്ല, കുറച്ച് പേരിൽ ഒരാളാണ് താങ്കൾ. അല്ല, ഒരുപാട് പേര് ഇപ്പോൾ നോക്കുമ്പോൾ ലവ് ഫെയിലിയർ അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ നൊസ്റ്റാൾജിയ ഫീൽഡിലൊക്കെ വരുമ്പോൾ കൂടുതൽ സ്റ്റാറ്റസ് കാണാൻ ചന്ദ്രോത്സവത്തിന്റെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഹിന്ദിയിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഐക്കോണിക് ലവ് സ്റ്റോറീസ് ഒന്നും അങ്ങനെ നമ്മുടെ മലയാളത്തിൽ കുറവാണ്. നമ്മുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേട്ട് കഥ കുറച്ചുകൂടി ഇപ്പൊ ഫാമിലി ഡ്രാമ, ചിത്രം, പിന്നെ നമ്മുടെ ഇത് എന്താ പറയാ, ചിത്രമായാലും കിലുക്കോ ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാൽ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റൊമാൻറ്റിക് പാർട്ട് അതൊരു പാർട്ടായിട്ട് സിനിമകൾ ഉണ്ടാവും. ഇപ്പൊ വന്ദനം എടുത്തു കഴിഞ്ഞാലും ഗാന്ധർവ അനേക സിനിമ എടുത്തു കഴിഞ്ഞാലും, പക്ഷെ അത് വ്യതിചലിച്ച് വേറെ കുറെ പോർഷൻസ് അതിലുണ്ടാവും. അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഇത് വെച്ച് പറയുമ്പോൾ ഞാൻ അതാണ്, രണ്ടുപേര് തമ്മിലുള്ള ലവ് സ്റ്റോറികൾ മലയാളത്തിൽ ഭയങ്കര കുറവായിരിക്കും. അവരെ മാത്രം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്നർ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറികൾ മലയാളത്തിൽ കുറവ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ടുള്ള, പിന്നെ 90s തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് സിനിമയാണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ പലരും ഇതായി. അതെ, പക്ഷെ ഈ പറയുന്ന അനാർക്കലി ക്വാളിറ്റി വൈസ് ഭയങ്കര മുന്നേ നിൽക്കുന്നൊരു സിനിമയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 10 വർഷത്തിൽ. ഇപ്പോൾ പ്രേമം എന്ന് പറയുമ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അനാർക്കലി പോലെ അക്സെപ്റ്റ് ചെയ്യില്ല പ്രേമം എന്ന് പറയുമ്പോൾ. പക്ഷെ പ്രേമമായാൽ പോലും ആ ഒരു ഏജ് കാറ്റഗറി, പല ഏജ് കാറ്റഗറിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എനിക്ക് അതിനായിരിക്കും ചിലപ്പോൾ കൽബിനൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ലവ് അങ്ങനെയായിരിക്കും. അതിങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ. അന്ന് പ്രേമം ഒരു പുതിയ എക്സ്പീരിയൻസ് ആവാൻ കാരണം പ്രേമം ആ ഒരു
ഇതിനെ കൺസെപ്റ്റിനെ ആ സിനിമയിൽ അപ്രോച്ച് ചെയ്യുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറി ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു രീതിക്കാണ് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് അനാർക്കലി എന്ന് പറയുന്ന സിനിമ. പിന്നെ അങ്ങനെ ഇപ്പം ഇത് 2000 തൊട്ട് 2010 വരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും ഇഷ്ടംപോലെ സിനിമകളുണ്ട്. പക്ഷെ കുറേ ഒന്നും അങ്ങനെ ആളുകൾ ശ്രദ്ധിക്കാത്ത സിനിമകളായിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് കൂടുതലായിട്ടും കോമഡി സിനിമകൾക്കാണ് പ്രാധാന്യം കൂടുതൽ വന്നിരുന്നത്. പിന്നെ 2000 തൊട്ട് 2010 വരെ ഇപ്പോൾ മെയിനായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ റൊമാൻറ്റിക് സിനിമകൾ ചെയ്യാന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു യൂത്ത് ആക്ടേഴ്സ് ആയിരിക്കും. 2000 തൊട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുഞ്ചാക്കോവനാണെങ്കിലും പുള്ളിയുടെ ആ ഒരു റൊമാൻറ്റിക് സിനിമകൾ അങ്ങനെ വർക്കാവുന്നില്ല. പൃഥ്വിരാജ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് സീരിയസ് റോൾസ് എടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ദിലീപാണെങ്കിൽ കോമഡി സിനിമകളാണ് കൂടുതൽ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് കുറച്ച് ഒരു ക്ഷാമം എന്ന് തന്നെ പറയാം. പക്ഷെ 2010 ശേഷം ഇപ്പോൾ നിവിൻ പോളി, ദുൽഖർ അവരുടെയൊക്കെ ഒരു ഇൻട്രോ, ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് പോലത്തെ ഒരു അത് റീഫ്രഷ്മെന്റ് തന്നെയായിരുന്നു തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ. കാരണം ഒരു കോമഡി റൊമാൻറ്റിക് ട്രാക്കിലൂടെ പോകുന്ന റോം കോം രീതിയിൽ പോകുന്ന ഒരു സിനിമ കുറേ കാലത്തിന് ശേഷം മലയാളികൾക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അന്ന് തട്ടം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. അതിന് വിമർശനം കുറച്ച് കാലത്തിന് ശേഷം വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതെ, അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ ഇപ്പൊ ഹൃദയമൊക്കെ അങ്ങനെയാണ്. ഹൃദയം എന്ന് പറയുന്ന സിനിമ ഒരു വിജയമാകാൻ കാരണം തന്നെ ഹൃദയം പോലത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കോമഡി റൊമാൻറ്റിക് റോം കോം എന്ന കാറ്റഗറിയിൽ ബാക്കി ഇൻഡസ്ട്രിയിലൊക്കെ നിരവധി സിനിമകൾ ഇറങ്ങുമ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ആ ഒരു കാറ്റഗറിയിൽ ഡ്രൈ ആണ്, അങ്ങനെ പടങ്ങൾ വരില്ല. അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് ഹിറ്റാവുകയാണ് തിയേറ്ററിൽ. ആൾക്കാർ അങ്ങനെ സിനിമ കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിറ്റാവുകയാണ്. അപ്പോൾ ഹൃദയം അങ്ങനത്തെ ഒരു തരം ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ബ്രേക്കിന് ശേഷം ഇനിയിപ്പോൾ വീണ്ടും ഒരു ഇപ്പൊ കോളേജ് ലവ് സ്റ്റോറി ഒക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് ആവാം. അങ്ങനെ പറയണ തണ്ണീർമത്തൻ ദിനങ്ങൾ ശരിക്കും നമ്മൾ വിട്ടുപോയ ഒരു പടമായിട്ട് വിടാല്ലേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൽ കൂടുതലായിട്ട് കോമഡിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ ഒരു ടോപ്പ് 5 എനിക്ക് 5ാമത്തെ ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കൺഫ്യൂഷനാണ്. അനാർക്കലി എനിക്ക് താല്പര്യമില്ല.